ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എജുഗ്ലോ പി എസ് സിയിലേക്ക് സ്വാഗതം. എജുഗ്ലോ പി എസ് സിയുടെ ഈ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ് 2020 ഫെബ്രുവരി മാസത്തെ ഫുൾ കറണ്ട് അഫയേഴ്സാണ്. 2020 ജനുവരി മാസത്തെ ഫുൾ കറണ്ട് അഫയേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ കൂട്ടുകാർ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം, സമയം കളയണ്ട. മിശ്ര വിവാഹിതരുടെ സുരക്ഷയ്ക്കായി സേഫ് ഹോം പദ്ധതി ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സംസ്ഥാനം ഏതാണ്? കേരളം. ആഗോള ടെക്നോളജി കമ്പനി IBMന്റെ CEO ആയ ഇന്ത്യക്കാരൻ ആര്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഇന്ത്യക്കാരൻ അരവിന്ദ് കൃഷ്ണയാണ്. ആരാണ്? അരവിന്ദ് കൃഷ്ണ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ചാണ് ഇന്ത്യയിലെ ഈ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? തപൻ രായഗുരുവാണ്. ആരാണ്? തപൻ രായഗുരുവാണ് നിലവിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO. കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല ഏതാണ്? കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല എറണാകുളം ജില്ലയാണ്. ഏതാണ്? എറണാകുളം ജില്ലയാണ് കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല. മനസ്സിലായല്ലോ? അടുത്ത പോയിന്റ്, അടുത്തിടെ അസം റൈഫിൾസിന്റെ നേതൃത്വത്തിൽ യുദ്ധസ്മാരകം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണെന്നാണ്. അസം റൈഫിൾസിന്റെ നേതൃത്വത്തിൽ യുദ്ധസ്മാരകം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് നാഗാലാൻഡ്. എവിടെയാണ്? നാഗാലാൻഡിലാണ്. അടുത്തിടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ തദ്ദേശീയ ബയോജെറ്റ് ഫ്യൂവൽ എയർക്രാഫ്റ്റ് ഏതാണ്? അടുത്തിടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ തദ്ദേശീയ ബയോജെറ്റ് ഫ്യൂവൽ എയർക്രാഫ്റ്റ് ആണ് AN-32. ഏതാണ്? AN-32. പ്രഥമ ഇന്ത്യ ആഫ്രിക്ക ഡിഫൻസ് മിനിസ്റ്റേഴ്സ് കോൺക്ലേവ് വേദി ഏതാണ്? ലക്നൗ ആണ്. ലക്നൗ. ഈ കോൺക്ലേവിൻ്റെ പേരാണ് ഡഫ് എക്സ്പോ 2020. ഡഫ് എക്സ്പോ 2020 എന്നാണ് അതിൻ്റെ പേര്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2020 പുരുഷ സിംഗിൾസ് ജേതാവ് ആരാണ്? നൊവാക് ദ്യോക്കോവിച്ച് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ 2020 പുരുഷ സിംഗിൾസ് വിഭാഗം ജേതാവ്. വനിതാ വിഭാഗമോ? സോഫിയ കെനിൻ ആണ്. ആരാണ്? സോഫിയ കെനിൻ. അടുത്തതായിട്ട് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ ആരാണ്? അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡറാണ് തരൺജിത് സിംഗ് സന്ധു. ആരാണ്? തരൺജിത് സിംഗ് സന്ധു. 2020 റിപ്പബ്ലിക് ദിന പരേഡിൽ അസം സംസ്ഥാനത്തിന്റെ ലാൻഡ് ഓഫ് യുണീക് ക്രാഫ്റ്റ്മാൻഷിപ്പ് ആൻഡ് കൾച്ചർ എന്ന നിശ്ചല ദൃശ്യത്തിന് ഒന്നാം സമ്മാനം ലഭിച്ചു. ഒന്നാം സമ്മാനത്തിന് അർഹമായി. അപ്പോൾ 2020 റിപ്പബ്ലിക് ദിന പരേഡിലെ ഒന്നാം സ്ഥാനം ലഭിച്ച ഫ്ലോട്ടാണ് ഏതാണ്? അസം സംസ്ഥാനത്തിൻ്റെ ആ ഫ്ലോട്ടാണ് ലാൻഡ് ഓഫ് യുണീക് ക്രാഫ്റ്റ്മാൻഷിപ്പ് ആൻഡ് കൾച്ചർ എന്ന നിശ്ചല ദൃശ്യം. അതിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത്. മനസ്സിലായല്ലോ? യശ്വന്ത് സിൻഹയുടെ ആത്മകഥ ഏതാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, റിലൻറ്റ്ലെസ്. ഇത് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയാണ് പ്രകാശനം ചെയ്തത്. ആരാണ്? മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി പ്രകാശനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ പ്രോജക്റ്റ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ പ്രോജക്റ്റാണ് പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദിയിൽ നിലവിൽ വരുന്നു. ഇപ്പോൾ പശ്ചിമ ബംഗാളിലാണ് നിലവിൽ വരുന്നത്. അത് അവിടെയുള്ള പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദിയിൽ നിലവിൽ വരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമാണ് കൻഹ ശാന്തിവനം. ഇത് ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കരകൗശല മേള ഏതാണ്? സൂരജ് കുണ്ട് മേള ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കരകൗശല മേള. ഇത് 2020 ഫെബ്രുവരി 1 ഹരിയാനയിലെ ഫരീദാബാദിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്തു. മനസ്സിലായല്ലോ? ലോകത്തിലെ ഏറ്റവും വലിയ കരകൗശല മേള സൂരജ് കുണ്ട് മേള 2020 ഫെബ്രുവരി 1 ഹരിയാനയിലെ ഫരീദാബാദിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്തു. മനസ്സിലായല്ലോ?
മഡഗാസ്കറിൽ വീശിയടിച്ച ഡയാനെ ചുഴലിക്കാറ്റിൽ ഇന്ത്യൻ നാവികസേന നടത്തിയ രക്ഷാപ്രവർത്തനം. മഡഗാസ്കറിൽ നടത്തിയ രക്ഷാപ്രവർത്തനമാണ്. ചുഴലിക്കാറ്റിൽ ദുരന്തം സംഭവിച്ചപ്പോഴാണ് ഇന്ത്യൻ നാവികസേന മഡഗാസ്കറിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ വാനില. ഏതാണ്? ഓപ്പറേഷൻ വാനില. ഓപ്പറേഷൻ വാനില എന്ന് പറയാൻ കാര്യം മഡഗാസ്കറിലാണ് ഏറ്റവും കൂടുതൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വാനില ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വാനില മഡഗാസ്കറിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് ആ ഓപ്പറേഷൻ വാനില എന്ന പേര് നൽകിയത്. ഏത് രാജ്യത്താണ് വെട്ടുകിളി ശല്യം മൂലം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഏത് രാജ്യത്താണ്? ഈ അടുത്ത സമയത്ത്, അതായത് 2020 പാകിസ്ഥാനിലാണ്. എവിടെയാണ്? പാകിസ്ഥാൻ. നേപ്പാളിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ ആരാണ്? നേപ്പാളിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡറാണ് വിനയ് മോഹൻ ക്വാത്ര. വിനയ് മോഹൻ ക്വാത്ര, മനസ്സിലായല്ലോ? വിനയ് മോഹൻ ക്വാത്ര അദ്ദേഹമാണ് നേപ്പാളിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ. കേന്ദ്ര ഗവൺമെന്റ് നോൺ ഗസറ്റ് തസ്തികകൾ, പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്നിവിടങ്ങളിലെ പരീക്ഷ നടത്തിപ്പിനായി രൂപീകരിച്ച ഏജൻസി ഏതാണ്? നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി അഥവാ NRA. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നോൺ ഗസറ്റ് തസ്തികകൾ, പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്നിവിടങ്ങളിലെ പരീക്ഷ നടത്തിപ്പിനായി രൂപീകരിച്ച ഏജൻസിയാണ് NRA അഥവാ നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി. കാനഡയിലേക്കുള്ള ഇന്ത്യൻ ഹൈ കമ്മീഷണറാണ്? കാനഡയിലേക്കുള്ള ഇന്ത്യൻ ഹൈ കമ്മീഷണറാണ് അജയ് ബിസാരിയ. ആരാണ്? അജയ് ബിസാരിയ. അടുത്തതായിട്ട് സമുദ്രം തുഴഞ്ഞ് കടന്ന ആദ്യ ബെതിര ആരാണ്? M.O. ബ്രയൻ ആണ്. സമുദ്രം തുഴഞ്ഞ് കടന്ന ആദ്യ ബെതിരയാണ് M.O. ബ്രയൻ. അറ്റ്ലാന്റിക് സമുദ്രമാണ് ഇദ്ദേഹം തുഴഞ്ഞു കടന്നത്. അപ്പോൾ പഠിക്കുക, സമുദ്രം തുഴഞ്ഞു കടന്ന ആദ്യ ബെതിരയാണ് ആര്? M.O. ബ്രയൻ. അറ്റ്ലാന്റിക് സമുദ്രമാണ് തുഴഞ്ഞ് കടന്നത്. 2025 കൂടി ക്ഷയരോഗത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി ആരംഭിച്ച പ്രചരണ പരിപാടി അറിയപ്പെടുന്ന പേരാണ് TB ഹരേഗായി ദേശ് ജീതേഗ. TB ഹരേഗായി ദേശ് ജീതേഗ എന്നതാണ് പ്രചരണ പരിപാടി. 2025 കൂടി ക്ഷയരോഗത്തെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. കോമൺവെൽത്തിൽ അംഗമാകുന്ന 54ാമത്തെ രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. മാലിദ്വീപ് 54ാമത്തെ രാജ്യമാണ്. കോമൺവെൽത്തിൽ അംഗമാകുന്ന 54ാമത്തെ രാജ്യമാണ് മാലിദ്വീപ്. ഗോവയിൽ നടക്കുന്ന ദേശീയ ഗെയിംസ് 2020 ഔദ്യോഗിക ചിഹ്നം ഏതാണ്? റൂബിഗുള. റൂബിഗുള എന്നതാണ് ഗോവയിൽ നടക്കുന്ന ദേശീയ ഗെയിംസ് 2020 ഔദ്യോഗിക ചിഹ്നം. മനസ്സിലായല്ലോ? 92 വർഷത്തെ ഓസ്കാർ പുരസ്കാര ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വിദേശ ഭാഷാ ചിത്രം മികച്ച ചിത്രത്തിനുള്ള ബഹുമതി നേടി. ഏത് ചിത്രമാണ്? 92 വർഷത്തെ ഓസ്കാർ പുരസ്കാര ചരിത്രത്തിൽ ആദ്യമാണ് ഒരു വിദേശ ഭാഷാ ചിത്രം മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടുന്നത്. ചിത്രം ഏതാണ്? പാരസൈറ്റ് ആണ് ചിത്രം. പാരസൈറ്റ്. 2020 കുഷ്ഠരോഗ ദിനത്തിന്റെ, അതായത് ജനുവരി 30 കുഷ്ഠരോഗ ദിനം. 2020 കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം അഥവാ സന്ദേശം എന്താണ്? ലെപ്രോസി ഈസ് നോട്ട് വാട്ട് യു തിങ്ക് എന്നതാണ്. ലെപ്രോസി ഈസ് നോട്ട് വാട്ട് യു തിങ്ക് എന്നതാണ് സന്ദേശം. 2019-20 ഇന്ത്യയുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ്? കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം. ആരാണ്? കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യമാണ് 2019-20 ഇന്ത്യയുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ആരാണ്? ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനാണ്. 2020-21 ബഡ്ജറ്റാണ് റെക്കോർഡിട്ടത്. 2 മണിക്കൂർ 42 മിനിറ്റാണ് ബഡ്ജറ്റ് അവതരണത്തിനെടുത്ത സമയം. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ കേന്ദ്ര ബഡ്ജറ്റാണ് നിർമ്മല സീതാരാമൻ 2020-21 ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത്. 2 മണിക്കൂർ 42 മിനിറ്റാണ് റെക്കോർഡ് ടൈം. അപ്പോൾ ഒരു ചോദ്യം വരും, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആരാണ്? HM പട്ടേലാണ്. ഷോർട്ട് ബഡ്ജറ്റ്, ഏറ്റവും ചെറിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് HM പട്ടേലാണ്. അത് പഠിക്കുക. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതി നടപ്പാക്കൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതി നടപ്പാക്കൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. ഇന്ത്യയുടെ പരോക്ഷ നികുതി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? M. അജിത് കുമാർ ആണ് ഇന്ത്യയുടെ പരോക്ഷ നികുതി ബോർഡിന്റെ ചെയർമാൻ. മനസ്സിലായല്ലോ? പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന്റെ ഹിന്ദി കവിയും നോവലിസ്റ്റുമായ വിനോദ് കുമാർ ശുക്ലയുടെ ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന പുസ്തകം അർഹമായി. വെരി ഇമ്പോർട്ടൻറ്റ്. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് ഹിന്ദി കവിയും നോവലിസ്റ്റുമായ ആരാണ്? വിനോദ് കുമാർ ശുക്ല. ഇദ്ദേഹത്തിന്റെ ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന പുസ്തകമാണ് അവാർഡിന് അർഹമായത്. ഏഷ്യ പസഫിക് മേഖലയിലെ ബാങ്കർ ഓഫ് ദി ഇയർ ആയി RBI ഗവർണർ ശക്തികാന്ത ദാസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ആരാണ്? RBI ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. ഇദ്ദേഹമാണ് ഏഷ്യ പസഫിക് മേഖലയിലെ
ബാങ്കർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ ഗുഡ്വിൽ അംബാസഡറാണ്. ഇപ്പോൾ ഒളിമ്പിക്സ് നടക്കുന്നതാണ്, പ്രസക്തിയുള്ള ചോദ്യമാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ ഗുഡ്വിൽ അംബാസഡറാണ് സൗരവ് ഗാംഗുലിയാണ്. ആരാണ്? സൗരവ് ഗാംഗുലി. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കുന്ന ഹെലികോപ്റ്റർ കാമോവ് 226 താൾ റഷ്യൻ കമ്പനികളുമായി ചേർന്ന് എവിടെയാണ് നിർമ്മിക്കുന്നത്? കർണാടകയിലെ തുമകുരുവിലാണ്. എവിടെയാണ്? കർണാടകയിലെ തുമകുരുവിലാണ് നിർമ്മിക്കപ്പെടുന്നത്. ഏതാണ്? ഇന്ത്യയും റഷ്യയും ചേർന്നാണ്. ഏത് ഹെലികോപ്റ്ററാണ്? കാമോവ് 226 താൾ എന്ന ഹെലികോപ്റ്റർ. അടുത്തതായിട്ട് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ഫീനിക്സ് ട്രസ്റ്റ് ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ഗാന്ധിയൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? PP ബാലൻ. ആരാണ്? PP ബാലൻ. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ഫീനിക്സ് ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ഗാന്ധിയൻ പുരസ്കാരത്തിന് അർഹനായത് PP ബാലൻ. ഓക്കെ. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ശ്രീ പരമേശ്വരൻ അന്തരിച്ചു. 2020 ഫെബ്രുവരി മാസത്തെ ഒരു പ്രധാന കറണ്ട് അഫെയറാണ്. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ശ്രീ പരമേശ്വരൻ അന്തരിച്ചു എന്നത് പ്രധാന ഒരു വാർത്തയായിരുന്നു. തദ്ദേശീയരെ തീര സംരക്ഷണത്തെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ ആയി നാവികസേന നടത്തിയ അഭ്യാസമാണ് മാൾട്ട അഭിയാൻ. ഏതാണ്? മാൾട്ട അഭിയാൻ എന്ന അഭ്യാസം. ഇത് കൽക്കട്ട തീരത്താണ് നടന്നത്. അപ്പോൾ തദ്ദേശീയരെ തീര സംരക്ഷണത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്നതാണ് ഈ അഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഭ്യാസത്തിൻ്റെ പേരാണ് മാൾട്ട അഭിയാൻ. കൽക്കട്ട തീരത്താണ് അഭ്യാസം നടന്നത്. ലോക ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. അതിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിക്കും. 2020 പ്രമേയമാണ് ലോക ക്യാൻസർ ദിനത്തിൻ്റെ, അതായത് ഫെബ്രുവരി 4 2020 പ്രമേയം. ഐ ആം ആൻഡ് ഐ വിൽ എന്നതാണ്. ഐ ആം ആൻഡ് ഐ വിൽ. തങ്ങി എന്ന പേരിൽ ഷോർട്ട് വീഡിയോ മേക്കിംഗ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ആഗോള ടെക്നിക്കൽ സ്ഥാപനം ഏതാണ്? ഗൂഗിളാണ്. ആരാണ്? ഗൂഗിളാണ് തങ്ങി എന്ന പേരിൽ ഷോർട്ട് വീഡിയോ മേക്കിംഗ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. ഗൂഗിൾ. 13ാമത് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ നടന്ന 2020 വേദി എവിടെയാണ്? 13ാമത് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ 2020 വേദി ബംഗ്ലാദേശാണ് വേദി. 73ാമത് ബാഫ്ത ഫിലിം അവാർഡാണ് ഇനി പറയാൻ പോകുന്നത്. 73ാമത് ബാഫ്ത ഫിലിം അവാർഡ് 2020. ഏറ്റവും മികച്ച ചിത്രം 1917. ഏതാണ്? 1917 എന്നതാണ് ഏറ്റവും മികച്ച ചിത്രം. 1917. മികച്ച നടിയോ? റെനി സെൽവഗർ. ജൂഡി എന്ന ചിത്രത്തിലെ അഭിനയത്തിന്. മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജാക്കിൻ ഫോയിനിക്സ് ആണ്. ചിത്രം ജോക്കറിലെ അഭിനയത്തിന് ജാക്കിൻ ഫോയിനിക്സ്. മികച്ച സംവിധായകനോ? സാം മെൻഡേഴ്സ് ആണ് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചിത്രം 1917. മികച്ച കാസ്റ്റിങ്ങിനുള്ള അവാർഡ് ജോക്കർ എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. മികച്ച കാസ്റ്റിംഗ് ജോക്കർ എന്ന സിനിമയ്ക്ക് ആണ് ആ അവാർഡ് ലഭിച്ചത്. T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ഒരു പരമ്പരയിലെ 5 മത്സരങ്ങളും ജയിച്ച് റെക്കോർഡിട്ട ടീം ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ. ആ പരമ്പരയിൽ മാൻ ഓഫ് ദി സീരീസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് KL രാഹുൽ എന്ന ഇന്ത്യൻ കളിക്കാരനാണ്. KL രാഹുൽ. മേഘാലയയിൽ ആരംഭിച്ച ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ള വാർഷിക സംയുക്ത സമ്മേളനം ഏതാണ്? സമൃദ്ധി 9. അപ്പോൾ മേഘാലയയിൽ ആരംഭിച്ച ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ള വാർഷിക സംയുക്ത സമ്മേളനമാണ് സമൃദ്ധി 9. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ഇതിൻ്റെ 2020 പ്രമേയം എന്താണ്? 2020 പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 പ്രമേയമാണ്. 2020 പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. അടുത്തിടെ പുതിയ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയ രാജ്യം ഏതാണ്? ഏറ്റവും പുതിയതായിട്ട് പ്രകൃതിവാതക ശേഖരം ഈ അടുത്തിടെയായിട്ട് കണ്ടെത്തി. അത് ഏത് രാജ്യത്താണെന്നാണ്? UAE-യിലാണ് ഈ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ സെലിബ്രിറ്റി ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ സെലിബ്രിറ്റി വിരാട് കോഹ്ലി. മഹാരാഷ്ട്രയിൽ നിലവിൽ വരുന്ന പുതിയ തുറമുഖം ഏതാണ്? വാധവൻ എന്നാണ് ആ തുറമുഖത്തിൻ്റെ പേര്. വാധവൻ. അടുത്തതായിട്ട് ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് ഓൺ മാരിടൈം കോർപ്പറേഷൻ നിലവിൽ വരുന്ന വേദി
ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് ഓൺ മാരിടൈം കോർപ്പറേഷൻ നിലവിൽ വരുന്ന വേദിയാണ് ചെന്നൈയിലാണ് വേദി. കോൾ ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? കോൾ ഇന്ത്യയുടെ ചെയർമാനാണ് പ്രമോദ് അഗർവാൾ. ആരാണ്? പ്രമോദ് അഗർവാൾ ആണ് കോൾ ഇന്ത്യയുടെ ചെയർമാൻ. പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് ദീപ മാലിക്. ഇന്ത്യ ഇന്റർനാഷണൽ സീ ഫുഡ് ഷോ വേദി എവിടെയാണ്? ഇന്ത്യ ഇന്റർനാഷണൽ സീ ഫുഡ് ഷോ വേദിയാണ് കൊച്ചിയാണ് വേദി. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 40ആണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. കുഷ്ഠരോഗത്തിനുള്ള വ്യക്തിഗത അന്താരാഷ്ട്ര ഗാന്ധി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കുഷ്ഠരോഗത്തിനുള്ള വ്യക്തിഗത അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ NS ധർമാഷക്നാണ് കുഷ്ഠരോഗത്തിലുള്ള വ്യക്തിഗത അന്താരാഷ്ട്ര ഗാന്ധി പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് എവിടെയാണ്? തൃശ്ശൂരാണ്. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് കേരള തൃശ്ശൂരിലാണ് സ്ഥിരീകരിച്ചത്. 2021 26ാം കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി ഗ്ലാസ്ഗോയാണ്, സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ. 2021 26ാം കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി എവിടെയാണ്? ഉച്ചകോടി വേദി ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. 2024 ആദ്യ വനിതയെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള നാസയുടെ പദ്ധതി അറിയപ്പെടുന്ന പേരെന്താണ്? ആർട്ടമിസ് എന്നാണ്. 2024 ആദ്യ വനിതയെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള നാസയുടെ പദ്ധതിയാണ്. നാസ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയാണ് നാസ. ആർട്ടമിസ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. മനസ്സിലായല്ലോ. അടുത്തിടെ 2020 ഫോർബ്സ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി ആരാണ്? അത് ജെഫ് ബെസോസ് ആണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി. ഏറ്റവും സമ്പന്നനായ ഇന്ത്യക്കാരൻ മുകേഷ് അംബാനി. ഏറ്റവും സമ്പന്നനായ കേരളീയൻ MA യൂസഫ് അലി. മനസ്സിലായല്ലോ. ഇന്ത്യയുടെ വ്യോമയാൻ ദൗത്യത്തിനായി നിർമ്മിക്കുന്ന വ്യോമമിത്ര റോബോട്ട് നിർമ്മിക്കുന്ന സ്ഥാപനം ഏതാണ്? ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ്. സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവിലാണ്, തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ്. അപ്പോൾ വ്യോമയാത്ര ദൗത്യത്തിനായി നിർമ്മിക്കുന്ന റോബോട്ട് ഏതാണ്? അതൊരു ക്വസ്റ്റ്യൻ ആൻസറാണ്. വ്യോമമിത്ര എന്നാണ് ആ റോബോട്ടിൻ്റെ പേര്. ഇത് നിർമ്മിക്കുന്ന സ്ഥാപനമോ ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ് വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം. പൗരത്വ നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഗോവ. അപ്പോൾ പൗരത്വ നിയമത്തെ പ്രതികൂലിച്ചുകൊണ്ട് അഥവാ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം നമ്മൾ പഠിച്ചു, കേരളം. അടുത്തായിട്ട് 2020 സമാധാന നോബൽ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ഗ്രേറ്റ തുൻബർഗ്. 2020 സമാധാന നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകയാണ് ഗ്രേറ്റ തുൻബർഗ്. ഇന്ത്യയിൽ ആദ്യമായി ബയോജെറ്റ് ഫ്യൂവൽ ഉപയോഗിച്ച് പറന്ന വിമാനം ഏതാണ്? AN-32. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബയോജെറ്റ് ഫ്യൂവൽ ഉപയോഗിച്ച് പറന്ന വിമാനമാണ് AN-32. ബെസ്റ്റ് സ്പോക്കൺ വേർഡ് ആൽബം വിഭാഗത്തിൽ 2020 ഗ്രാമി അവാർഡ് ജേതാവാരാണ്? ബെസ്റ്റ് സ്പോക്കൺ വേർഡ് ആൽബം വിഭാഗത്തിൽ 2020 ഗ്രാമി അവാർഡ് ജേതാവാണ് മിഷേൽ ഒബാമ. ആരാണ്? മിഷേൽ ഒബാമ. അവാർഡ് നേടിയ ഓഡിയോ ബുക്കാണ് പഠിക്കുക ബിക്കമിങ് എന്ന ഓഡിയോ ബുക്കിനാണ് ഗ്രാമി അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് സ്പോക്കൺ വേർഡ് ആൽബം വിഭാഗത്തിൽ 2020 ഗ്രാമി അവാർഡ് ജേതാവാണ് മിഷേൽ ഒബാമ. ബഹിരാകാശത്ത് ഒറ്റയ്ക്ക് നീണ്ട കാലയളവിൽ ചെലവഴിച്ച് റെക്കോർഡ് നേടിയ വനിത ആരാണ്? ക്രിസ്റ്റീന കൗക്ക് ആണ് ആ വനിത. 328 ദിവസമാണ് ബഹിരാകാശത്ത് ഒറ്റയ്ക്ക് ചെലവഴിച്ചത്. അടുത്തായിട്ട് ക്രോസ് വേർഡ് ബുക്സ് പുരസ്കാരം നേടിയ മലയാളിയാണ് N പ്രഭാകരൻ. ആരാണ്? N പ്രഭാകരൻ. ദേശീയ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം 2020 നേടിയ കേരളത്തിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഏതാണ്? തലക്കുളത്തൂർ PHC ആണ്. ദേശീയ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം 2020 നേടിയ കേരളത്തിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ് തലക്കുളത്തൂർ PHC.
ആർക്കിടെക്ചർ ലോക തലസ്ഥാനമായി 2020 യുനെസ്കോ തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോയാണ്. ബ്രസീലിലെ സ്ഥലമാണ് റിയോ ഡി ജനീറോ. ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് ആർക്കിടെക്ചർ ലോക തലസ്ഥാനമായി 2020 യുനെസ്കോ തിരഞ്ഞെടുത്തത്. മലയാള സർവകലാശാലയുടെ ആദ്യത്തെ ഡീലിറ്റ് പദവി ലഭിച്ചത് ആർക്കാണ്? മലയാള സർവകലാശാലയുടെ ആദ്യത്തെ ഡീലിറ്റ് പദവി ലഭിച്ചത് അക്കിത്തത്തിനാണ്. ആർക്കാണ്? അക്കിത്തം. അണ്ടർ 19 വേൾഡ് കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ 2020 ആരാണ്? ബംഗ്ലാദേശാണ് വിജയികൾ. അതിൽ റണ്ണറപ്പ് ഇന്ത്യ. കളിയിലെ താരം ആരായിരുന്നു? അക്ബർ അലിയാണ്. ഇപ്പോൾ അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ബംഗ്ലാദേശാണ്. 2020 ജേതാക്കൾ ബംഗ്ലാദേശ്. റണ്ണറപ്പ് ഇന്ത്യ. കളിയിലെ താരം അക്ബർ അലി. ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ് പുറത്തിറക്കാൻ തീരുമാനിച്ച സ്ഥാപനം ഏതാണ്? ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ് പുറത്തിറക്കാൻ തീരുമാനിച്ച സ്ഥാപനമാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കിയുള്ള ചിത്രത്തിൽ അദ്ദേഹത്തിന് വേഷമിടുന്ന ആരാണ്? മുഹമ്മദ് അലിയാണ്. മുഹമ്മദ് അലി. അടുത്തതായിട്ട് ദേശീയ സീനിയർ വനിതാ ഹോക്കി ജേതാക്കൾ ആരാണ്? ദേശീയ സീനിയർ വനിതാ ഹോക്കി ജേതാക്കൾ ഹരിയാനയാണ്. ഹരിയാന. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ആരാണ്? ഏത് സംസ്ഥാനമാണ്? രാജസ്ഥാൻ. നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെയർ 2020 വേദി എവിടെയാണ്? ബാംഗ്ലൂരാണ് വേദി. നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഫെയർ 2020 വേദി ബാംഗ്ലൂർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം നസീം ഷാ, പാകിസ്ഥാൻ പ്ലെയറാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് നസീം ഷാ, പാകിസ്ഥാൻ താരം. മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫരീദാബാദ്. ഫരീദാബാദിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന സ്ഥാപനം. മനസ്സിലായല്ലോ? ഏതാണ്? ഫരീദാബാദിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫരീദാബാദിലാണ്. ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടി വേദി ഏതാണ്? 2020 വേദി ആഡിസ് അബാബ. ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടി വേദിയാണ് ആഡിസ് അബാബ. 2020 വേദിയാണ്. ത്രിപുരയിൽ ഹോൺബിൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തത് ത്രിപുര മുഖ്യമന്ത്രി ബിപ്ലവ് ദേവാണ്. ത്രിപുരയിൽ ഹോൺബിൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തത് ത്രിപുര ചീഫ് മിനിസ്റ്റർ ബിപ്ലവ് ദേവ്. വേൾഡ് സ്റ്റീൽ അസോസിയേഷൻ 2019 റിപ്പോർട്ട് പ്രകാരം സ്റ്റീൽ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? ചൈനയാണ്. സ്റ്റീൽ ഉൽപ്പാദനത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ചൈന. വേൾഡ് സ്റ്റീൽ അസോസിയേഷൻ 2019 റിപ്പോർട്ട് പ്രകാരം രണ്ടാം സ്ഥാനത്തെത്തിയ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് സസ്പെൻഷൻ ബ്രിഡ്ജ് സ്ഥാപിതമാകുന്ന നദി ഏതാണ്? ഗംഗ. ഗംഗാ നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് സസ്പെൻഷൻ ബ്രിഡ്ജ് സ്ഥാപിതമാകുന്നത്. ഉത്തരാഖണ്ഡിലൂടെ ഒഴുകുന്ന ഭാഗത്താണ്, ഗംഗാ നദിയിലാണ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററിന്റെ പേരെന്താണ്? കാമോവ് എന്നാണ്. കാമോവ്. ഓർത്തിരിക്കുക, കാമോവ്. ഇന്ത്യ റഷ്യയും സംയുക്തമായിട്ട് നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററാണ് കാമോവ്. 2008 ഗ്രാമ ന്യായാലയ ആക്ട് പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും ഗ്രാമ ന്യായാലയം നടപ്പാക്കുവാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇതിൽ പ്രധാന കറണ്ട് അഫയറാണ്, പ്രധാന ന്യൂസായിരുന്നു. 2020 ഫെബ്രുവരിയിലെ പ്രധാന ഒരു ന്യൂസാണ്. 2008 ഗ്രാമ ന്യായാലയ ആക്ട് പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും ഗ്രാമ ന്യായാലയം നടപ്പാക്കുവാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ പിങ്ക് സിറ്റി ജയ്പൂരിനെ യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ പിങ്ക് സിറ്റി ജയ്പൂരിനെ യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു. കൊറോണയെക്കുറിച്ച് ആദ്യ സൂചന നൽകിയ ചൈനീസ് ഡോക്ടർ ആരാണ്? ലീ വെൻലിയാങ് ആണ്. കൊറോണയെക്കുറിച്ച് ആദ്യ സൂചന നൽകിയ ചൈനീസ് ഡോക്ടറാണ് ലീ വെൻലിയാങ്. WHO ഡയറക്ടർ ആരാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡയറക്ടർ ആരാണ്? ടെഡ്രോസ് അദാനമാണ്. ടെഡ്രോസ് അദാനം. ചൈനയ്ക്ക് പുറത്ത് കൊറോണ മരണം സംഭവിച്ച ആദ്യ രാജ്യം ഏതാണ്? ചൈനയ്ക്ക് പുറത്ത് കൊറോണ മരണം സംഭവിച്ച ആദ്യ രാജ്യം ഫിലിപ്പീൻസ് ആണ്. ഫിലിപ്പീൻസിലാണ് ആദ്യം
ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് കൊറോണ മരണം സംഭവിച്ചു. ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി 3-ാം തവണയും അരവിന്ദ് കെജ്രിവാൾ തിരഞ്ഞെടുക്കപ്പെട്ടു. അതൊരു പ്രധാന വാർത്തയായിരുന്നു. 2020 ഫെബ്രുവരിയിലെ പ്രധാന കറണ്ട് അഫെയർ. സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ആരായിരുന്നു? ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാനാണ്. ആരാണ്? ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാനാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുത്തത് അനിൽ ബൈജാൻ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു. DRDO, അടുത്തായിട്ട് DRDO നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദത്തിൻ്റെ 2 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിയുന്നതും 200 കിലോമീറ്റർ പരിധിയുള്ളതുമായ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? പ്രണാഷ്. ഏതാണ്? പ്രണാഷ്. നമുക്കറിയാം ബ്രഹ്മോസ് മിസൈൽ ഉണ്ട്. ആ മിസൈലിൻ്റെ ശബ്ദാതിവേഗമാണ്. ഇവിടെ ശബ്ദത്തിൻ്റെ 2 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിയുന്നത് 200 കിലോമീറ്റർ ദൂരപരിധിയുമുള്ള ബാലിസ്റ്റിക് മിസൈലാണ് പ്രണാഷ് എന്ന് ഓർത്തിരിക്കുക. നിർമ്മിക്കുന്ന ആരാണ്? DRDO ആണ് നിർമ്മിക്കുന്നത്. ദ തിൻ മൈൻഡ് മാപ്പ് ബുക്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ്? ധർമ്മേന്ദ്ര റോയ് ആണ്. ദ തിൻ മൈൻഡ് മാപ്പ് ബുക്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ധർമ്മേന്ദ്ര റോയ്. ധനകാര്യമന്ത്രി, അതായത് ബ്രിട്ടനിൽ പുതിയതായിട്ട് ചാർജ് എടുത്ത ധനകാര്യമന്ത്രിയാണ് ഋഷി സുനക്. ഇന്ത്യൻ വംശജനാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ കാര്യം. ബ്രിട്ടനിലെ പുതിയ ധനകാര്യമന്ത്രി നിലവിൽ ഋഷി സുനക്കാണ്. ഇന്ത്യൻ വംശജനാണ്. അതുകൊണ്ട് തന്നെ പുതിയ ആഭ്യന്തരമന്ത്രിയും ഇന്ത്യൻ വംശജനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പ്രീതി പട്ടേലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ബ്രിട്ടനിലെ പുതിയ 2 പോസ്റ്റിംഗാണ്. ഇന്ത്യൻ വംശജരാണ് പദവിയിലെത്തിയിരിക്കുന്നത്. ഒന്ന് ആഭ്യന്തരമന്ത്രി പ്രീതി പട്ടേൽ, 2 ധനകാര്യമന്ത്രി ഋഷി സുനക്. ഓർത്തിരിക്കുക. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ 2019 മികച്ച ഹോക്കി താരമായി തെരഞ്ഞെടുത്തത് ആരെയാണ്? ഇന്ത്യൻ താരം മൻപ്രീത് സിംഗിനെയാണ്. ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റനാണ് നിലവിൽ. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ 2019 മികച്ച ഹോക്കി താരമായി തെരഞ്ഞെടുത്തത് മൻപ്രീത് സിംഗിനെയാണ്. പ്രവാസി ഭാരതീയ കേന്ദ്രത്തിനും ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിൻ്റെ പേര് നൽകി പുനർനാമകരണം ചെയ്തു. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കറണ്ട് അഫെയർ ആണ്. ഓർത്തിരിക്കുക. പ്രവാസി ഭാരതീയ കേന്ദ്രത്തിനും ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിൻ്റെ പേര് നൽകി പുനർനാമകരണം ചെയ്തു. ISROയുടെ വ്യവസായ യൂണിറ്റ് ആയ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ ആരാണ്? G. നാരായണൻ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ISROയുടെ വ്യവസായ യൂണിറ്റ് ആയ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ചെയർമാൻ G. നാരായണൻ. ദേശീയ വനിതാ ദിനം എന്നാണ്? ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനം. എന്തുകൊണ്ടാണ് അപ്പോൾ ഈ ദേശീയ വനിതാ ദിനം ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ആചരിക്കുന്നത് അറിയാമോ? സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ്. ഫെബ്രുവരി 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ്. അത് ദേശീയ വനിതാ ദിനമായിട്ട് നമ്മൾ ആചരിക്കും. ഓക്കെ. അടുത്തായിട്ട് 1945 കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവിക സ്റ്റേഷനായ INS ശിവജിക്ക് പ്രസിഡൻസ് കളർ അവാർഡ് ലഭിച്ചു. ഒരു സായുധ സേന യൂണിറ്റിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഏത്? പ്രസിഡൻസ് കളർ അവാർഡ്. ഇത് ലഭിച്ചത് 1945 കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവിക സ്റ്റേഷനായ INS ശിവജിക്കാണ്. ഓർക്കുക. അടുത്തായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയമാണ്. ഇതിൻ്റെ ഒരു പഴയ പേര് മൊട്ടേര സ്റ്റേഡിയം എന്നായിരുന്നു. ഇതെവിടെയാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് അറിയാമല്ലോ, ജോർജ് ബൈഡനാണ്. ഇപ്പോൾ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ പഴയ പേര് മൊട്ടേര സ്റ്റേഡിയം എന്നാണ്. നിലവിലിപ്പോൾ നരേന്ദ്രമോദി ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായിട്ട് നിലവിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അടുത്ത പോയിന്റ്, ട്രംപിൻ്റെ ഇന്ത്യ സന്ദർശനത്തിലെ സ്വീകരണ പരിപാടിയുടെ പേരെന്താണ്? നമസ്തേ ട്രംപ് എന്നായിരുന്നു. നമസ്തേ ട്രംപ്.
ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗവും വിതരണവും തടയുന്നതിന് പൊതുജനങ്ങൾക്ക് പോലീസിൽ വിവരം കൈമാറാൻ കഴിയുന്ന യോദ്ധാവ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ പുറത്തിറക്കി. അപ്പോൾ ഈ യോദ്ധാവ് എന്നൊരു ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ കേരള സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിലൂടെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ അറിവിലോ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിതരണമെല്ലാം നടക്കുന്നെങ്കിൽ രഹസ്യമായിട്ട് മറ്റുള്ളവർക്കാർക്കും നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ ഈ ആപ്ലിക്കേഷനിലൂടെ പോലീസിന് കൈമാറാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു യോദ്ധാവായി മാറുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ആ ആപ്പിന് യോദ്ധാവ് എന്ന പേര് നൽകാൻ കാരണം. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ ഈ ആപ്പിൻ്റെ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് 2020 മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറൻസ് പുരസ്കാരം ആരൊക്കെയാണ് പങ്കിട്ടതെന്ന് അറിയാമോ? 2 പേരാണ് പങ്കെടുത്തിരിക്കുന്നത്. ഒന്ന് ഫോർമുല കാർ ഓട്ടക്കാരനായ ലൂയിസ് ഹാമിൽട്ടനും ഫുട്ബോളറായ ലയണൽ മെസ്സിയുമാണ്. അപ്പോൾ ആരൊക്കെയാണ് പങ്കെടുത്തിരിക്കുന്നത്? 2020 മികച്ച പുരുഷ കായിക താരത്തിലുള്ള ലോറൻസ് പുരസ്കാരം 1 ലൂയിസ് ഹാമിൽട്ടൺ, 2 ലയണൽ മെസ്സി. ഈ 2 പേരാണ് ഈ അവാർഡ് പങ്കിട്ടിരിക്കുന്നത്. മികച്ച നിമിഷത്തിനുള്ള ലോറൻസ് അവാർഡ് ഏത് നിമിഷത്തിനാണ് കിട്ടിയത്? ലോകകപ്പ്, ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിന് ശേഷം ടീം അംഗങ്ങൾ സച്ചിൻ തെണ്ടുൽക്കറെ തോളിലേറ്റി നടന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷത്തിനാണ് മികച്ച നിമിഷത്തിനുള്ള ലോറൻസ് അവാർഡ് ലഭിച്ചത്. ഓക്കെ, 2020 ടോക്കിയോ ഒളിമ്പിക്സ് ആപ്തവാക്യം എന്താണ്? ഇപ്പോൾ ഒളിമ്പിക്സ് നടക്കുന്ന ടൈമാണ്, വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സ് ആപ്തവാക്യം യുണൈറ്റഡ് ബൈ ഇമോഷൻ എന്നാണ്. യുണൈറ്റഡ് ബൈ ഇമോഷൻ. ഇന്ത്യയിലെ രണ്ടാമത്തെ അതിസമ്പന്ന ആരാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ അതിസമ്പന്നനാണ് ഡിമാർട്ട് സ്ഥാപകനായ രാധാകൃഷ്ണ ദമാനി. ഡിമാർട്ട് സ്ഥാപകനാണ് രാധാകൃഷ്ണൻ ദമാനി. അദ്ദേഹമാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ അതിസമ്പന്നൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് മുക്ത എയർപോർട്ട് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് മുക്ത എയർപോർട്ടാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഡൽഹി. മനസ്സിലായല്ലോ? 28 വർഷങ്ങൾക്ക് ശേഷം ഗ്രാൻഡ് സ്ലാം നേട്ടങ്ങൾക്ക് ശേഷവും, അതായത് 28 വർഷങ്ങൾക്ക് ശേഷവും നിരവധി ഗ്രാൻഡ് സ്ലാം നേട്ടങ്ങൾക്ക് ശേഷവും ടെന്നീസിൽ നിന്ന് വിരമിച്ച 2020 ഫെബ്രുവരി മാസത്തിൽ ടെന്നീസിൽ നിന്ന് വിരമിച്ച കായിക താരമാണ് മരിയ ഷറപ്പോവ. മരിയ ഷറപ്പോവയാണ്, ഇത് റഷ്യൻ താരമാണ്. മരിയ ഷറപ്പോവയാണ് വിരമിച്ചത്. അടുത്തതായിട്ട് 2020 അണ്ടർ 17 ഫിഫ ഫുട്ബോൾ വേദി ഇന്ത്യയാണ്. ടൂർണമെന്റ് പക്ഷേ ഉപേക്ഷിച്ചു. കൊറോണ പ്രതിസന്ധി മൂലമാണ് ഉപേക്ഷിക്കപ്പെട്ടത്. അപ്പോൾ ചോദിക്കാൻ ചാൻസ് അത്ര ഇല്ലെങ്കിൽ ഒന്ന് പഠിച്ചേക്കുന്നു, ഓർത്തേക്കുക. 2020 അണ്ടർ 17 ഫിഫ ഫുട്ബോൾ വേദി ഇന്ത്യ. ഓക്കെ, അടുത്തതായിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 3ാമത്തെ ഭാഷ ഏതാണ്? ഹിന്ദിയാണ് കേട്ടോ, ഹിന്ദി. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 3ാമത്തെ ഭാഷയാണ് നമ്മുടെ ഹിന്ദി. ലോക സാമൂഹ്യ നീതി ദിനം എന്നാണ്? ഫെബ്രുവരി 20 കേട്ടോ. ലോക സാമൂഹ്യ നീതി ദിനം ഫെബ്രുവരി 20. അന്തർദേശീയ മാതൃഭാഷാ ദിനമോ? ഫെബ്രുവരി 11. ഫെബ്രുവരി 21 അടുത്തടുത്ത ദിവസമാണ്. ഫെബ്രുവരി 20 എന്ന് പറയുമ്പോൾ ലോക സാമൂഹ്യ ദിനവും ഫെബ്രുവരി 21 എന്ന് പറയുമ്പോൾ അന്തർദേശീയ മാതൃഭാഷാ ദിനവുമാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? സഞ്ജയ് കോത്താരിയാണ്. ആരാണ്? സഞ്ജയ് കോത്താരിയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ. ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ക്ലിനിക് എവിടെയാണ് ആരംഭിച്ചത്? ഭോപ്പാലിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ക്ലിനിക് ആരംഭിച്ചത് ഭോപ്പാലിലാണ്. പഠിക്കുക. IOCയുടെ കോച്ചസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? IOCയുടെ കോച്ചസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ പുല്ലേല ഗോപിചന്ദാണ്. പുല്ലേല ഗോപിചന്ദ്. ഇദ്ദേഹം ബാഡ്മിൻ്റൺ കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുല്ലേല ഗോപിചന്ദിനാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിന്റെ ആദ്യ ബ്രാൻഡ് അംബാസഡർ ആരാണ്? IDFC ഫസ്റ്റ് ബാങ്കിന്റെ ആദ്യ ബ്രാൻഡ് അംബാസഡർ അമിതാഭ് ബച്ചനാണ്. അമിതാഭ് ബച്ചൻ. ലോക പയർവർഗ ദിനം എന്നാണ്? ലോക പയർവർഗ ദിനം ഫെബ്രുവരി 10 ലോക പയർവർഗ ദിനമായി ആചരിക്കുന്നു.
നമുക്ക് സ്വരാജ് ട്രോഫി 2018-19 പഠിക്കാം. സ്വരാജ് ട്രോഫി 2018-19 വ്യക്തമായിട്ട് പഠിച്ചെടുക്കണം. മികച്ച ഗ്രാമപഞ്ചായത്ത് പാപ്പിനിശ്ശേരി കണ്ണൂർ. മികച്ച ഗ്രാമപഞ്ചായത്ത് പാപ്പിനിശ്ശേരി കണ്ണൂർ. രണ്ടാം സ്ഥാനം മുളന്തുരുത്തി എറണാകുളം ജില്ല. ഇപ്പോൾ ഒന്നാം സ്ഥാനം പാപ്പിനിശ്ശേരി കണ്ണൂർ ജില്ല. രണ്ടാം സ്ഥാനം മുളന്തുരുത്തി എറണാകുളം. മൂന്നാം സ്ഥാനം വിയ്യപുരം ആലപ്പുഴ ജില്ല. മനസ്സിലായല്ലോ. മികച്ച ബ്ലോക്ക് പഞ്ചായത്തോ? മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്താണ്, തിരുവനന്തപുരം ജില്ല. രണ്ടാം സ്ഥാനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്, തൃശ്ശൂർ ജില്ല. മൂന്നാം സ്ഥാനം ലാലം പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത്, കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിലെ ലാലം ബ്ലോക്ക് പഞ്ചായത്ത്. മനസ്സിലായല്ലോ. വ്യക്തമായിട്ട് നോട്ട് ചെയ്തെടുക്കുക, പഠിക്കുക. മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയാണ്. മികച്ച ജില്ലാ പഞ്ചായത്താണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ടാം സ്ഥാനം കണ്ണൂർ. മൂന്നാം സ്ഥാനം 2 ജില്ലകൾ പങ്കിട്ടു. ഒന്ന് കൊല്ലം, 2 എറണാകുളം. മൂന്നാം സ്ഥാനം കൊല്ലവും എറണാകുളവും പങ്കിട്ടു. മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം, രണ്ടാം സ്ഥാനം കണ്ണൂർ, മൂന്നാം സ്ഥാനം കൊല്ലവും എറണാകുളവും. ഹരിതഭവനം പദവി ലഭിച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? 2019 ഹരിതഭവനം പദവി ലഭിച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഓമല്ലൂർ ഗ്രാമപഞ്ചായത്താണ്, പത്തനംതിട്ട ജില്ല. ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത്. ഇനി അടുത്തായിട്ട് നമുക്ക് ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് 2020 നോക്കാം. ലോറസ് സ്പോർട്സ് വേൾഡ് 2020 നോക്കിക്കോളുക. സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ ആരാണ്? ലെവിസ് ഹാമിൽട്ടൺ. സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ ലെവിസ് ഹാമിൽട്ടൺ. ടീം ഓഫ് ദ ഇയർ സൗത്ത് ആഫ്രിക്ക. റഗ്ബി യൂണിയൻസ് ടീമാണ്, റഗ്ബി ടീമാണ്. സൗത്ത് ആഫ്രിക്കയുടെ റഗ്ബി ടീമിനാണ്. സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ സൈമൺ ബൈൽസ്, USA അമേരിക്ക. സൈമൺ ബൈൽസ്. സ്പോർട്ടിംഗ് മൊമെന്റ് ഓഫ് ദ ഇയർ, സ്പോർട്ടിംഗ് മൊമെന്റ് ഓഫ് ദ ഇയർ ഏതാണ്? സച്ചിൻ ടെണ്ടുൽക്കറിനാണ് അവാർഡ് ലഭിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സിനെ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ആരാണ്? അടുത്ത ക്വസ്റ്റ്യനാണ്. ഇൻസ്റ്റാഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സിനെ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി. ഓക്കെ. ഓസ്കാർ അവാർഡ് 2020 ആണ് നമുക്ക് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഓസ്കാർ അവാർഡ് 2020 നോക്കാം. മികച്ച നടൻ ജാക്കിൻ ഫീനിക്സ്, ചിത്രം ജോക്കർ. 2020 ഓസ്കാർ അവാർഡാണ് പറയുന്നത്. മികച്ച നടൻ ജാക്കിൻ ഫീനിക്സ്, ചിത്രം ജോക്കർ. മികച്ച നടി റെനെ സെൽവഗർ, ജൂഡി എന്ന ചിത്രം. മികച്ച നടി റെനെ സെൽവഗർ. മികച്ച നടി ഏതാണ്? റെനെ സെൽവഗർ. മികച്ച സംവിധായകൻ ബോങ് ജുഹോ. ബോങ് ജുഹോ, പാരസൈറ്റ് എന്ന സിനിമയുടെ സംവിധായകൻ ബോങ് ജുഹോ. മികച്ച സിനിമ പാരസൈറ്റ്. കൊറിയൻ സിനിമയാണ് പാരസൈറ്റ്. ഓക്കെ, കൊറിയൻ ഫിലിമാണ് പാരസൈറ്റ്. മികച്ച രാജ്യാന്തര ചിത്രം പാരസൈറ്റ്. മികച്ച തിരക്കഥ പാരസൈറ്റ്. മികച്ച സഹനടൻ ബ്രാഡ് പിറ്റ്. മികച്ച സഹനടൻ ബ്രാഡ് പിറ്റ്, ചിത്രം വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച സഹനടനായിട്ട് ബ്രാഡ് പിറ്റിനെ തിരഞ്ഞെടുത്തത്. മികച്ച സഹനടി ലോറ ഡെൻ. ലോറ ഡെൻ, ചിത്രം മാരേജ് സ്റ്റോറി. മികച്ച അനിമേറ്റഡ് ചിത്രം ടോയ് സ്റ്റോറി 4. ടോയ് സ്റ്റോറി 4 മികച്ച അനിമേറ്റഡ് ചിത്രമാണ് ടോയ് സ്റ്റോർ 4. മനസ്സിലായല്ലോ. നോട്ട് ചെയ്തെടുക്കുക, പഠിച്ചെടുക്കുക. അടുത്തത് മികച്ച ഡോക്യുമെൻ്ററി ഏതാണ്? മികച്ച ഡോക്യുമെൻ്ററി അമേരിക്കൻ ഫാക്ടറി എന്ന ഡോക്യുമെൻ്ററിക്കാണ് മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച ഗാനം നോക്കി. മികച്ച ഗാനം ലവ് മീ അഗെയിൻ എന്ന ഗാനത്തിനാണ്. ഇത് ഏത് ചിത്രത്തിനാണ്? റോക്കറ്റ് മാൻ എന്ന ഫിലിമിനാണ്. ലവ് മീ അഗെയിൻ എന്ന ഗാനത്തിനാണ് മികച്ച ഗാനത്തിനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എന്ന സിനിമയ്ക്കാണ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ. മികച്ച ഛായാഗ്രഹണം, മികച്ച ശബ്ദമിശ്രണം, മികച്ച വിഷ്വൽ എഫക്ട്സ്
ഈ 3 അവാർഡും 1917 1917 എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. മനസ്സിലായല്ലോ. മികച്ച ഛായാഗ്രഹണം, മികച്ച ശബ്ദമിശ്രണം, മികച്ച വിഷ്വൽ എഫക്ട്സ്, ഇവയ്ക്ക് ഇതിനെല്ലാം ഉള്ള ഈ 3 വിഭാഗത്തിലുള്ള അവാർഡ് ഏത് സിനിമയ്ക്കാണ്? 1917 എന്ന ചിത്രത്തിനാണ് ലഭിച്ചത്. അടുത്തതായിട്ട് മികച്ച വസ്ത്രാലങ്കാരം, ജാക്വലിൻ ഡൂറൻ മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള അവാർഡ് ലഭിച്ചത് ജാക്വലിൻ ഡൂറനാണ്. കോവിഡ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? കോവിഡ് എന്നതിൻ്റെ പൂർണ്ണരൂപം കൊറോണ വൈറസ് ഡിസീസ് എന്നാണ് കോവിഡ് എന്നതിൻ്റെ പൂർണ്ണ രൂപം. മനസ്സിലായല്ലോ. അടുത്തതായിട്ട് ദേശീയ ജല കോൺഫറൻസ് വേദി എവിടെയാണ്? ദേശീയ ജല കോൺഫറൻസ് വേദി ഭോപ്പാലാണ്. ഭോപ്പാൽ ദേശീയ ജല കോൺഫറൻസ് വേദി. നാഷണൽ വിന്റർ ഗെയിംസ് 2020 വേദി ഏതാണ്? ഗുൽമാർഗ് ആണ്. ഓർത്തോണം, ഗുൽമാർഗ്. നാഷണൽ വിന്റർ ഗെയിംസ് 2020 വേദിയാണ് ഗുൽമാർഗ്. ലോക യുനാനി ദിനം എന്നാണ്? ഫെബ്രുവരി 11 ലോക യുനാനി ദിനം. പുതിയതായി ഭൂഗർഭ ജലം നയം കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. പുതിയതായിട്ട് ഭൂഗർഭ ജല നയം കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. മത്സ്യബന്ധന മേഖലയിലെ സുസ്ഥിര വികസനത്തിനായി ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യം ഏതാണ്? ഐസ്ലൻഡാണ്. ഐസ്ലൻഡ് അല്ലേ? മത്സ്യബന്ധന മേഖലയിൽ സുസ്ഥിര വികസനത്തിനായി ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യമാണ് ഐസ്ലൻഡ്. മീനൊക്കെ മത്സ്യങ്ങളൊക്കെ അഴിച്ചിട്ട് വയ്ക്കുന്ന നോക്കാതെ. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാ മത്സ്യത്തെ കണ്ടെത്തിയ മേഘാലയയിലെ ഗുഹ ഏതാണ്? ഉംലതോ. ആ ഗുഹയുടെ പേരാണ് ഉംലതോ. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാ മത്സ്യത്തെ കണ്ടെത്തിയ മേഘാലയയിലെ മേഘാലയയിലാണ് ഗുഹയാണ് ഉംലതോ. ലോക റേഡിയോ ദിനം എന്നാണ്? ലോക റേഡിയോ ദിനം 2020 പ്രമേയം എന്താണ്? ലോക റേഡിയോ ദിനം 2020 പ്രമേയം റേഡിയോ ആൻഡ് ഡൈവേഴ്സിറ്റി എന്നാണ്. റേഡിയോ ആൻഡ് ഡൈവേഴ്സിറ്റി. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി ആരാണ്? ദേബാശിഷ് പാണ്ഡ. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയാണ് ദേബാശിഷ് പാണ്ഡ. നല്ല പ്രശ്നമാണ്. ഇന്ത്യയിലെ മൂന്നാമത്തെ കോർപ്പറേറ്റ് പാസഞ്ചർ ട്രെയിൻ ഏതാണ്? ഇന്ത്യയിലെ മൂന്നാമത്തെ കോർപ്പറേറ്റ് പാസഞ്ചർ ട്രെയിനാണ് കാശി മഹാകാൽ എക്സ്പ്രസ്. കാശി മഹാകാൽ എക്സ്പ്രസ്. ഓർമ്മപ്പടികൾ എന്ന ആത്മകഥയുടെ രചയിതാവാരാണ്? ഓർമ്മപ്പടികൾ എം.എ. ഉമ്മറാണ്. എം.എ. ഉമ്മറാണ് ഓർമ്മപ്പടികൾ എന്ന ആത്മകഥയുടെ രചയിതാവ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ജ്ഞാനപ്പാന 2020 പുരസ്കാരത്തിന് അർഹനായതാരാണ്? ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ജ്ഞാനപ്പാന 2020 പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മ. ഏത് കൃതിക്കാണെന്ന് അറിയാമോ? ശ്യാമമാധവം എന്ന കൃതിക്കാണ്. അമേരിക്കയുടെ അപ്പീൽ കോടതിയുടെ ചീഫ് ജഡ്ജിയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ അമേരിക്കൻ ആരാണ്? ശ്രീനിവാസനാണ്. അമേരിക്കയുടെ അപ്പീൽ കോടതിയുടെ ചീഫ് ജഡ്ജിയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ അമേരിക്കനാണ് ശ്രീനിവാസൻ. ലോകത്തിലെ ഏറ്റവും വലിയ മൃഗസംരക്ഷണ പാർക്ക് ഏതാണ്? സേലം തലൈവാസൽ. തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മൃഗസംരക്ഷണ പാർക്കാണ് സേലം തലൈവാസൽ. തമിഴ്നാട്ടിലാണ്. ഇന്ത്യൻ ബോൾട്ട് എന്നറിയപ്പെടുന്നവരാണ്? ശ്രീനിവാസ ഗൗഡയാണ്. അദ്ദേഹം കർണാടക സ്വദേശിയാണ്. ഇന്ത്യൻ ബോൾട്ട് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീനിവാസ ഗൗഡ, കർണാടക സ്വദേശി. ഇന്ത്യൻ സ്റ്റുഡൻസ് പാർലമെന്റിന്റെ ഏറ്റവും മികച്ച സ്പീക്കർ ദേശീയ പുരസ്കാര ജേതാവാരാണ്? ഇന്ത്യൻ സ്റ്റുഡൻസ് പാർലമെന്റിന്റെ ഏറ്റവും മികച്ച സ്പീക്കർ ദേശീയ പുരസ്കാര ജേതാവ് മുൻ സ്പീക്കറായ ശ്രീ പി ശ്രീരാമകൃഷ്ണനാണ് ഈ അവാർഡ് ലഭിച്ചത്. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസ് പാർലമെന്റിന്റെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി അവാർഡ് ലഭിച്ച ആർക്കാണ്? പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനാണ്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ESPN ഇന്ത്യ അവാർഡ് 2019 ആണ്. ESPN ഇന്ത്യ അവാർഡ് 2019. സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ വനിതാ വിഭാഗം PV സിന്ധു ആണ്. PV സിന്ധു.
സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ വനിതാ വിഭാഗം. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ബൽബീർ സിംഗ് ആണ്. ബൽബീർ സിംഗ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ പുരുഷ വിഭാഗം സൗരഭ് ചൗധരി. വനിതാ വിഭാഗം പി വി സിന്ധുവും പുരുഷ വിഭാഗം സൗരഭ് ചൗധരിയാണ്. കോച്ച് ഓഫ് ദി ഇയർ പുല്ലേല ഗോപിചന്ദാണ്. ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ട കോച്ചാണ്. കോച്ച് ഓഫ് ദി ഇയർ പുല്ലേല ഗോപിചന്ദ്. കമ്പ്യൂട്ടറിൽ കോപ്പി കട്ട് പേസ്റ്റ് ഫംഗ്ഷൻ ഉപജ്ഞാതാവ്, അതായത് കമ്പ്യൂട്ടറിൽ കോപ്പി കട്ട് പേസ്റ്റ് ഫംഗ്ഷനുകൾ കണ്ടുപിടിച്ച ഉപജ്ഞാതാവ് ഈയിടെ അന്തരിച്ചു. അതാരാണ്? ലാറി ടെസ്ലർ ആണ്. ആരാണ്? ലാറി ടെസ്ലർ. നല്ല പ്രശ്നമാണ്. ഇന്ത്യൻ ആർമിയുടെ പുതിയ ആസ്ഥാന മന്ദിരം എന്താണ്? ഇന്ത്യൻ ആർമിയുടെ പുതിയ ആസ്ഥാന മന്ദിരമാണ് താൾ സേനാ ഭവൻ എന്നാണ്. താൾ സേനാ ഭവൻ. ഇത് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ജെട്ടി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ജെട്ടി ഗോവയാണ്. മണ്ഡോവി നദിയിലാണ്. മണ്ഡോവി നദി. ഗോവയിലെ മണ്ഡോവി നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ജെട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2020 ഫെബ്രുവരിയിൽ പേപ്പർലെസ് ബഡ്ജറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം. 2020 ഫെബ്രുവരിയിൽ പേപ്പർലെസ് ബഡ്ജറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷയാണ് നടപ്പിലാക്കിയത്. ഫസ്റ്റ് നടപ്പിലാക്കിയത് ഹിമാചൽ പ്രദേശാണ് കേട്ടോ. ഹിമാചൽ പ്രദേശ് നടപ്പാക്കിയതിന് ശേഷമാണ് ഒഡീഷ നടപ്പിലാക്കിയത് പേപ്പർലെസ് ബഡ്ജറ്റ്. ഓക്കെ, അടുത്തതായിട്ട് 2020 ഫെബ്രുവരിയിൽ നമസ്തേ ട്രംപ് ഇവന്റ് വേദി എവിടെയായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അത് അഹമ്മദാബാദാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദാണ് നമസ്തേ ട്രംപ് ഇവന്റ് വേദി. 2020 ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ജേതാവായ നടനാരാണ്? ഋതിക് റോഷനാണ് കേട്ടോ. ഋതിക് റോഷൻ. 2020 ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ജേതാവായ നടനാണ് ഋതിക് റോഷൻ. ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ബേസ് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി നിലവിൽ വരുന്ന അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ബേസ് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി നിലവിൽ വരുന്ന അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ബേസ്ഡ് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി നിലവിൽ വരുന്നത്. ഫ്രാൻസിൽ നടന്ന 34th കെയ്ൻസ് ഓപ്പൺ ചെസ് 34 ഗെയിംസ് ചെസ് ഓപ്പൺ ജേതാവായ ഇന്ത്യക്കാരനാണ്? ഡി ഗുഗേഷ് ആണ്. ഫ്രാൻസിലാണ് നടന്നത്. 34th കെയ്ൻസ് ഓപ്പൺ ചെസ് ജേതാവാണ് ആര്? ആ ടൂർണമെന്റിലെ ചാമ്പ്യനാണ് ആര്? ഡി ഗുഗേഷ്. ഇന്ത്യക്കാരനാണ്. അടുത്തതായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം എവിടെയാണ്? അണ്ടർ വാട്ടർ മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം പുതുച്ചേരിയിലാണ്. പഠിക്കുക, പുതുച്ചേരി. 2020 ദീൻ ദയാൽ ഉപാധ്യായയുടെ 63 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? വാരണാസിയിലാണ്. വാരണാസി. 2020 ദീൻ ദയാൽ ഉപാധ്യായയുടെ 63 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? വാരണാസി. വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവിനൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനുമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? സഹിതമാണ്. സഹിതം. നല്ല പ്രശ്നമാണ്. വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവിനൊപ്പം സാമൂഹിക മികവ് വളർത്തുവാനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനുമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. ഈസ്റ്റ് വെസ്റ്റ് മെട്രോ കോറിഡോർ നിലവിൽ വന്ന നഗരം ഏതാണ്? ഈസ്റ്റ് വെസ്റ്റ് മെട്രോ കോറിഡോർ നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ്. ആൻസർ കൊൽക്കത്ത. കേരളത്തിലെ ഗോത്ര മേഖലയിലെ ഏറ്റവും വലിയ മൂല്യവർദ്ധിത സംരംഭം ഏതാണ്? കേരളത്തിലെ ഗോത്ര മേഖലയിലെ ഏറ്റവും വലിയ മൂല്യവർദ്ധിത സംരംഭമാണ് ഹിൽ വാല്യൂ. ഇതാണ് ഹിൽ വാല്യൂ. ഇത് അട്ടപ്പാടിയിലാണ് നിലവിൽ വന്നത്. ഈ സംരംഭം അട്ടപ്പാടിയിലാണ് നടപ്പിലാക്കുന്നത്. ഹിൽ വാല്യൂ എന്നാണ് ഈ സംരംഭത്തിന്റെ പേര്. 17ാമത് ബയോ ഏഷ്യ 2020 വേദി. 17ാമത് ബയോ ഏഷ്യ 2020 വേദിയാണ് ഹൈദരാബാദിലാണ് 17ാമത് ബയോ ഏഷ്യ 2020 വേദി. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? 2020 ഫെബ്രുവരിയിലെ കറണ്ട് അഫയറാണ്.
സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ കീഴിൽ കൊണ്ടുവരുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? 1 ലഡാക്ക്, 2 ജമ്മു കാശ്മീർ. ഈ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറസ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആര്? സച്ചിൻ ടെണ്ടുൽക്കറാണ്. നിങ്ങൾക്ക് അറിയാവുന്ന, മുമ്പ് പഠിച്ചിട്ടുള്ളതായിരിക്കും. കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറസ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ വിജയികൾ ആരാണ്? ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ വിജയികളാണ് ഗോകുലം കേരള FC ആണ്. ഗോകുലം കേരള FC. ഏഷ്യയ്ക്ക് പുറത്ത് കൊറോണ വൈറസ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? ഏഷ്യയ്ക്ക് പുറത്ത് കൊറോണ വൈറസ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. T20 വനിതാ ക്രിക്കറ്റ് 2020 വേദി. T20 വനിതാ ക്രിക്കറ്റ് 2020 വേദിയാണ് ഓസ്ട്രേലിയ. 2022 വനിതാ ഏഷ്യ കപ്പ് ഫുട്ബോൾ വേദി ഇന്ത്യ. 2022 വനിതാ ഏഷ്യ കപ്പ് ഫുട്ബോൾ വേദി ഇന്ത്യ. 1983 ലോകകപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചരിത്ര വിജയത്തെ 1983 ലോകകപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചരിത്ര വിജയത്തെ ആസ്പദമാക്കി ഒരു സിനിമ പുറത്തിറങ്ങിയിരുന്നു. ആ സിനിമയുടെ പേരെന്താണെന്ന് ചോദിക്കും. ഉത്തരം 83 എന്നാണ്. 83. ആ സിനിമയുടെ പേര് 83. ഫിഫ അണ്ടർ 17 ലോകകപ്പ് മുദ്രാവാക്യം എന്താണ്? ഫിഫ അണ്ടർ 17 വനിതാ ലോകകപ്പിന്റെ മുദ്രാവാക്യം കിക്ക് ഓഫ് ദ ഡ്രീം എന്നാണ്. കിക്ക് ഓഫ് ദി ഡ്രീം. ഫിഫ അണ്ടർ 17 വനിതാ ലോകകപ്പിന്റെ മുദ്രാവാക്യമാണ് കിക്ക് ഓഫ് ദ ഡ്രീം. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ട്രെയിനിങ് കേന്ദ്രം നിലവിലുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ട്രെയിനിങ് കേന്ദ്രം നിലവിലുന്നത് വേങ്ങരയാണ്. മലപ്പുറം ജില്ലയിലെ, കേരള. മലപ്പുറം ജില്ലയിലെ വേങ്ങര. അടുത്തായിട്ട് 2020 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? അത് 2020 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയമാണ് ലാംഗ്വേജസ് വിത്തൗട്ട് ബോർഡർ. ലാംഗ്വേജസ് വിത്തൗട്ട് ബോർഡർ എന്നതാണ് 2020 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയം. ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ ചാറ്റ് ബോട്ട് ഏതാണ്? ആസ്ക് ദിശ. AISK. ആസ്ക് DISH അല്ലേ? ആസ്ക് ദിശ. ഓക്കെ, ഇത് പഠിക്കുക. നല്ല ക്വസ്റ്റ്യനാണ്. ആസ്ക് ദിശ ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടാണ്. അത്യാഹിത വേളകളിൽ പോലീസ്, മെഡിക്കൽ, ഫയർ എന്നിവയെ ബന്ധപ്പെടുവാനായി ഏകീകൃത നമ്പറായി 112 സജ്ജമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. പോലീസിനെയും മെഡിക്കലിനെയും ഫയറിനെയും ഈ 3 സഹായങ്ങൾ എന്നീ സഹായ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടാനായിട്ട് 112 നമ്പർ ഒരു ഏകീകൃത നമ്പറായിട്ട് സജ്ജമാക്കി ഒരു ഇന്ത്യൻ സംസ്ഥാനം. അത് ഏതാണ്? കേരളയാണ്. കേരള. ഓക്കെ. അടുത്തതായിട്ട് പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2020 വേദി. പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2020 വേദി ഭുവനേശ്വറാണ്. ഒഡീഷയിലെ ഭുവനേശ്വർ. പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2020 വേദി ഭുവനേശ്വർ. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്? ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. ഓർത്തിരിക്കുക, ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റായ റൈസ് 2020 വേദി എവിടെയാണ്? റൈസിന്റെ RAISE റൈസ് 2020 വേദി ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റാണ് റൈസ് 2020. ഇതിന്റെ വേദിയാണ് ന്യൂഡൽഹി. COVID-19 കണ്ടെത്തുന്നതിനായി ഒരു ആന്റിബോഡി ടെസ്റ്റ് വികസിപ്പിച്ചെടുത്ത ആദ്യ രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ് ആൻസർ. സിംഗപ്പൂർ. സ്കൂളിലും കോളേജ് ക്യാമ്പസുകളിലും സമരങ്ങൾ നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാന ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ് ആൻസർ. കേരള ഹൈക്കോടതി. ഏത് ഹൈക്കോടതിയാണ്? കേരള ഹൈക്കോടതി. ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത 6ാമത്തെ ഓഫ്ഷോർ പെട്രോൾ വെസൽ ഏതാണ്? ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത 6ാമത്തെ ഓഫ്ഷോർ പെട്രോൾ വെസലാണ് വജ്ര. ഏതാണ്? വജ്ര. ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലും 100 മത്സരങ്ങൾ തികച്ച കായിക താരം ആരാണ്? റോസ് ടെയ്ലർ. ക്രിക്കറ്റിലെ 3 ഫോർമാറ്റ്: ഏകദിനം, ടെസ്റ്റ്, T20. ടെസ്റ്റ് ക്രിക്കറ്റ്, ഏകദിന ക്രിക്കറ്റ്, T20. ഈ 3 ഫോർമാറ്റിലും 100 മത്സരങ്ങൾ തികച്ച കായിക താരമാണ് റോസ് ടെയ്ലർ.
2020 അന്തർദേശീയ ജുഡീഷ്യൽ കോൺഫറൻസ് വേദി എവിടെയാണ്? ന്യൂഡൽഹി. സൂര്യന്റെ ദക്ഷിണ ഉത്തര ധ്രുവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുന്നതിനായി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകം. ചോദിക്കാം, ആലോചനയാണ്. സൂര്യന്റെ ദക്ഷിണ ഉത്തര ധ്രുവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുവാനായി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകമാണ് ഓർബിറ്റർ. ഓക്കെ, ഓർത്തിരിക്കുക. മുംബൈയിൽ നടന്ന ദേശീയ ഗവേണൻസ് സമ്മേളനത്തിൽ കേരള സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kerala.government.in ഒന്നാമതെത്തി. 2020 ഫെബ്രുവരിയിൽ നല്ലൊരു കറണ്ട് അഫയറാണ്, ഓർത്തിരിക്കുക. മുംബൈയിൽ നടന്ന ദേശീയ ഗവേണൻസ് സമ്മേളനത്തിൽ കേരള സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kerala.government.in ഒന്നാമത് എത്തി. പരിസ്ഥിതി പ്രവർത്തകനും എനർജി റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവിയുമായിരുന്ന രാജേന്ദ്രകുമാർ പച്ചൗരി അന്തരിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. 2020 ഫെബ്രുവരിയിലെ വാർത്തയായിരുന്നു. പരിസ്ഥിതി പ്രവർത്തകനും എനർജി റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവിയുമായിരുന്ന രാജേന്ദ്രകുമാർ പച്ചൗരി അന്തരിച്ചു. അടുത്തതായിട്ട് എ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥ ആരുടേതാണ്? എ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി, കെ രാമകൃഷ്ണ റാവു. ആരാണ്? കെ രാമകൃഷ്ണ റാവു. എ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി. എ ഡാട്ടർ ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥയോ? ബേനസീർ ഭൂട്ടോ, മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്നു. ഡാട്ടർ ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥ ബേനസീർ ഭൂട്ടോ. ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം? ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? UAE ആണ്. UAE. ഇനി ലാസ്റ്റ് പോയിന്റിലേക്ക് പോവാം. തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന ജയലളിതയുടെ ജന്മദിനം ഫെബ്രുവരി 24 സ്റ്റേറ്റ് വുമൺ ചിൽഡ്രൻ പ്രൊട്ടക്ഷൻ ഡേ ആയി ആചരിക്കുവാൻ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക സംസ്ഥാനങ്ങളിൽ തീരുമാനിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാർത്തയായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ജന്മദിനം ഏതാണ്? ഫെബ്രുവരി 24 സ്റ്റേറ്റ് വുമൺ ചിൽഡ്രൻ പ്രൊട്ടക്ഷൻ ഡേ ആയി ആചരിക്കുവാൻ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ തീരുമാനിച്ചു. അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫെയർ. അപ്പോൾ ജനുവരി മാസം നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ ഈ മാസം, അതായത് ഇപ്പോൾ ഈ ക്ലാസ്, അതായത് ഫെബ്രുവരി മാസം 2020 ഫുൾ കറണ്ട് അഫെയർ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത മാസത്തെ കറണ്ട് അഫെയറുമായിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും. മാർച്ച് മാസം 2020 കറണ്ട് അഫെയറുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിച്ചതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ തന്നെ ഉടൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. താങ്ക് യു.